ഹലോ ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ആണ് ബൈ സിമൺ ടി ബോവർ. അപ്പോൾ ആദ്യം സിമൺ ടി ബോവർ ആരാന്നുള്ള ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. സിമൺ ടി ബോവർ ഒരു ഫ്രഞ്ച് റൈറ്ററാണ്, അതുപോലെ തന്നെ ഒരു നല്ല ഫിലോസഫറും ആണ്. അത് മാമിൻ്റെ ഏറ്റവും ഫെയിമായിട്ടുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെക്കൻഡ് സെക്സ് ആണ്. അപ്പോൾ അതിനകത്തു നിന്നാണ് നമുക്ക് ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം കടന്നു വരുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് സെക്സ് പബ്ലിഷ് ചെയ്തത് 1949 അപ്പോൾ ഇതിനകത്ത് സിമൺ ടി ബോവർ ഒരു കൾച്ചറൽ ഐഡൻറ്റിഫിക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇവിടെ സ്ത്രീയെ എപ്പോഴും ഒരു സെപ്രസ് ചെയ്താണ് കാണിക്കുന്നത്, മറ്റൊരു വിഭാഗമായിട്ടാണ് കാണിക്കുന്നത്, തുല്യമായിട്ടല്ല കാണിക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് സ്ത്രീയെ നമ്മുടെ അന്നത്തെ കാലത്തല്ല ഇപ്പോഴും അതുകൊണ്ട് കുറച്ചായിട്ട് അപ്പോൾ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് സെക്സിൽ ചോദിക്കുന്ന ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്ത്രീയെ എങ്ങനെയാണ് ആണുങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്, സ്ത്രീയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്, സ്ത്രീ എന്തായിരിക്കണം, സ്ത്രീയെ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് അല്ലെങ്കിൽ പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടും പറയുന്നത്. അപ്പം സ്ത്രീനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്, ആണുങ്ങളിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് മാം പറയുന്നത്. അപ്പോൾ മാം ഒരു ഫെമിനിസ്റ്റ് റൈറ്ററായിരുന്നു, അപ്പോൾ ഏർലി ഫെമിനിസ്റ്റ് റൈറ്ററായിരുന്നു നമുക്ക് പറയാം. ഇനി നമ്മൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിനെയാണ് ഇനി ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്കണോമിക്കും കൾച്ചറലുമായിട്ടുള്ള തിയറിയാണ്. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും കൂടെ ചേർന്ന് എഴുതിയ ഒരു തിയറിയാണ്, അവർ രൂപപ്പെടുത്തിയ ഒരു തിയറിയാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ കുറച്ച് ഹെഗേലിയൻ പ്രിൻസിപ്പിൾസൊക്കെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് തീരെ ഷോർട്ടാക്കി പറയുകയാണ്. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ നടന്നിട്ടുള്ള ഓരോ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഈ മാറ്റങ്ങളൊന്നും ഒരു ഐഡിയൽസിൽ നിന്നുണ്ടാകുന്നതല്ല, അല്ലെങ്കിൽ ഓരോ ഐഡിയോളജി, നമ്മുടെ എത്തിക്സ്, നമ്മുടെ മോറൽസ് അതിൽ നിന്നൊന്നും ഉണ്ടാവുന്നതല്ല. പകരം നമ്മുടെ മെറ്റീരിയൽ പ്രൊഡക്ഷനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഓരോരോ റിസോഴ്സസ് അതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് സമൂഹത്തിൽ വന്ന ഒരു മെറ്റീരിയൽ പ്രൊഡക്ഷനെയും അല്ലെങ്കിൽ നമ്മൾ റിസോഴ്സ് എങ്ങനെയാണ് ഓരോ സ്ഥലത്തുള്ളത്, അല്ലെങ്കിൽ റിസോഴ്സിനെ എങ്ങനെയാണ് വേർതിരിച്ചിരിക്കുന്നത് എന്നതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളുടെ ഹിസ്റ്ററി രൂപപ്പെട്ടിരിക്കുന്നതെന്നാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിൽ പറയുന്നത്. ഇനി നമുക്ക് തിരിച്ച് നമ്മളുടെ സിമൺ ടി ബോവറിൻ്റെ ഈ ഒരു എഴുത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയുന്നത് ദ ഹിസ്റ്ററി ഓഫ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഹാസ് ബ്രോട്ട് ടു ലൈറ്റ് സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രൂത്ത്. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം നമ്മളുടെ അറിവിലേക്ക് കുറേ സത്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു തന്നെയാണ് തുടങ്ങുന്നത്. പിന്നെ പറയുന്നത് ഹ്യൂമാനിറ്റി ഈസ് നോട്ട് ആൻ അനിമൽ സ്പീഷീസ്, ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി. ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ഒരു അനിമൽ സ്പീഷീസ് അല്ല, അല്ലെ ഒരു മൃഗത്തിൻ്റെ ഇതിൽ പെടുന്ന ഒരു കാര്യമല്ല, അതൊരു ഹിസ്റ്റോറിക്കൽ റിയാലിറ്റിയാണ്. അതൊരു നമ്മളുടെ ഹിസ്റ്ററിയുമായിട്ട് നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ്. ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറയുന്നത് ആൻറ്റി ഫിസിക്സ് ആണെന്നാണ് ആദ്യം തന്നെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ സൊസൈറ്റി എപ്പോഴും നമ്മളുടെ നേച്ചറിന് എതിരെയായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഹ്യൂമൻ സൊസൈറ്റി ആൻറ്റി ഫിസിക്സ് ആണെന്ന്. അപ്പോൾ എപ്പോഴും ഹ്യൂമൻസ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഹ്യൂമൻസ് ഒരിക്കലും നേച്ചറിനനുസരിച്ച് ജീവിക്കുകയല്ല ചെയ്തത്, നേച്ചറിൻ്റെ അണ്ടറിൽ ജീവിക്കുകയല്ലായിരുന്നു. പകരം നേച്ചറിനെ കൺട്രോൾ ചെയ്യാനാണ് എപ്പോഴും മനുഷ്യവർഗം ശ്രമിച്ചിട്ടുള്ളത്. ഇനിയും പറയുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ the two essential traits that characterize women biologically speaking are the following.
Her grasp upon the world is less extended than man's and she is more closely enslaved to the species. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നേച്ചറിനെ പോലും കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ. അപ്പോൾ സ്ത്രീകളുടെ കാര്യം നമ്മൾ പറയണ്ടല്ലോ. അപ്പോൾ സ്ത്രീനെ പോലും എന്താണ് ഒരു സെക്ഷൽ ഓർഗാനിസം ആയിട്ട് മാത്രമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ സ്ത്രീനെ ഫണ്ടമെൻ്റലി 2 എസെൻഷ്യൽ ട്രൈറ്റ്സിൻ്റെ രീതിയിൽ ക്യാരക്ടറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെർ ഗ്രാസ്പ് അപ്പോൺ ദ വേൾഡ് ഈസ് ലെസ്. സ്ത്രീകൾക്ക് ഈ ഒരു ലോകത്തിനോടുള്ള ആ ഒരു കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാസ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നൊക്കെ നമുക്ക് പറയും. അപ്പോൾ സ്ത്രീകൾക്ക് ഈ ഭൂമിയോടുള്ള ആ ഒരു കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. നമ്മൾ പുരുഷന്മാരെ വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കിന്, അതായത് അവരായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. നേരത്തെ ടൈമിലെ കാര്യമായിട്ട് ഇത് ചിന്തിക്കണം കേട്ടോ. അപ്പോൾ അവർക്കായിരിക്കും കൂടുതൽ കൺട്രോൾ സ്ത്രീകളെ നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എന്ന് മാത്രമല്ല, സ്ത്രീകളെപ്പോഴും അവരുടെ ആ ഒരു സ്പീഷീസിലേക്ക് അങ്ങ് ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കും. നമ്മൾ സ്ത്രീകൾ എങ്ങനെയായിരിക്കും അവരുടെ കുടുംബത്തിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കുക, അല്ലാതെ അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നും പോകാറില്ല. അപ്പോൾ അവർക്ക് ഈ ഒരു ഭൂമിയിലുള്ള കൺട്രോളും അതിനനുസരിച്ച് കുറവായിരിക്കും. അപ്പോൾ അതാണ് സ്ത്രീകളെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ആദ്യം തന്നെ പറയുന്നത്. പിന്നെ ആണുങ്ങളെ എപ്പോഴും ആംഡായിട്ടാണ് കാണുന്നത്. അതായത് അവരുടെ കയ്യിൽ എന്തെങ്കിലും ആയുധം കാണും, അല്ലെങ്കിൽ അവർ നല്ല പൗരുഷമുള്ളവരാണ്. അപ്പം ആ ഒരു രീതിയിലായിരിക്കും കാണുന്നത്. എന്നാൽ സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നത്? സ്ത്രീകളെ എപ്പോഴും ഭയങ്കര വീക്കാണ്, അവരെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്കതിനുള്ള ആരോഗ്യമില്ല. ആണുങ്ങളെ എപ്പോഴും ആരോഗ്യമുള്ളവരായിട്ടും സ്ത്രീകളെ എപ്പോഴും ഭയങ്കര വീക്ക് ആൻഡ് ഫ്രജൈലായിട്ടുമാണ് കാണുന്നത്. നമ്മൾ പറയത്തില്ലേ, സ്ത്രീകൾ ചപലയാണ്, അങ്ങനത്തെ കുറേ വേർഡ്സൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അവർ പാവങ്ങളാണ്, അവർക്കതിനുള്ള ലക്ഷ്മി ദേവിയാണ്, ഭൂമി ദേവിയാണ്, എന്തും സഹിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ ഒരു നേരത്തെ ഒരു ടൈമിൽ, പണ്ടത്തെ ടൈമിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ആണുങ്ങളെ പോലെ ഈ കൃഷിയൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, അത്രയ്ക്ക് ആരോഗ്യം കാണത്തില്ലായിരിക്കും. നമ്മളങ്ങനെയാണ്, സ്ത്രീകൾക്ക് കുറച്ച് ആരോഗ്യം കുറവാണ്. അപ്പോൾ പണ്ടത്തെ വലിയ വലിയ ടൂൾസൊക്കെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹണ്ടിങ് ചെയ്യാൻ പോകുന്നതോ ഒന്നും സ്ത്രീകൾക്ക് എളുപ്പമുള്ള കാര്യമായിരുന്നു കാണത്തില്ല. അപ്പോൾ അതിനെയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്ത്രീകളെ കമ്പയർ ചെയ്യുന്നത്. അപ്പം സ്ത്രീകളെ എപ്പോഴും ഫിസിക്കലി വീക്കാണെന്ന് പറയുന്നത് വഴി അവർ ഇൻഫീരിയർ ആണെന്ന് കാണിക്കുകയാണ്, ആണുങ്ങളെക്കാളും അവർ ചെറുതാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു കുറച്ച് സ്ട്രെങ്ത്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മതി, അത് സ്ത്രീനെ അട്ടർലി പവർലെസ് ആക്കി മാറ്റുകയാണ്, ഒരു ശക്തിയും ഇല്ലാത്തവളാക്കി മാറ്റുകയാണ്. ഒരു ശക്തിയും ഇല്ലാത്തവളല്ലല്ലോ, കുറച്ച് ശക്തി കുറഞ്ഞു എന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും മതി സ്ത്രീനെ വെറും ഒരു വസ്തുവാക്കി മാറ്റാൻ, അതായത് ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള തരത്തിലേക്ക് മാറ്റാനായിട്ട്. ഇനി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, the control of many modern machines requires only a part of the masculine resources, and if the minimum demanded is not above the female's capacity, she becomes, as far as this work is concerned, man's equal. അപ്പോൾ ഇവിടെ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ ഒരു വർക്കിനെ മോഡിഫൈ ചെയ്ത് എടുക്കുകയാണ്. അതായത് നമ്മളുടെ ഫീമെയിൽ കപ്പാസിറ്റിനേക്കാളും കൂടുതൽ ശക്തി വേണ്ട വർക്കല്ല, ഫീമെയിലിന് ചെയ്യാൻ പറ്റുന്ന വർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആണിനെയും പെണ്ണിനെയും തുല്യമായിട്ട് കാണാം. അതായത് 2 പേർക്കും ഒരേ വർക്ക് ചെയ്യാം. അപ്പോൾ 2 പേരും തുല്യമായി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കൺട്രികളുടെ കസ്റ്റമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോകും വീഡിയോ. പക്ഷേങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും ഒഴിവാക്കിയെന്ന് വിചാരിക്കേണ്ട, ചില കുറച്ച് വേണ്ടാത്ത സെൻറ്റൻസസ് ഒക്കെ മാത്രമേ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയും വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത പറയുന്നത് കസ്റ്റംസ് ഓഫ് ദ കൺട്രീനെ കുറിച്ചാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഈ മെറ്റേണിറ്റിയുടെ ബേർഡൻസിനെ കുറിച്ചാണ്. മെറ്റേണിറ്റി കാരണം ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും ആരും അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല. പ്രസവിക്കുന്നത് അത്ര വലിയ കാര്യമാണോ, അങ്ങനെയുള്ള രീതിയിലാണ് കാണുന്നത്. അത് ഒരു സ്ത്രീയുടെ ഡ്യൂട്ടി ആണെന്നുള്ള നിലയിലാണ് പറയുന്നത്.
ഇപ്പോൾ എന്താണ് പല സ്ത്രീകൾക്കും ഇതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പല സ്ത്രീകളും ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഞെരിയാണ്. അവരെ അങ്ങ് ഫോഴ്സ് ചെയ്യാണ്, ഇത് നിങ്ങളുടെ കടമയാണ്, നിങ്ങളിങ്ങനെ ഫ്രീക്വൻറ്റ് പ്രഗ്നൻസീസ്. പണ്ടത്തെ സമയത്ത് നമുക്കറിയാം ഇങ്ങനെ ഓരോ അമ്മമാർക്കൊക്കെ എന്താണ് 10, 15, 20 പിള്ളേരും ഇതൊക്കെ നോർമലാണ് അല്ലേ. ഇപ്പം തീരെ കുഞ്ഞിലേ വിവാഹം ചെയ്യുകയും അതിനുശേഷം എന്താണ് അവരുടെ ആ ഒരു നല്ല ഫെർട്ടൈൽ പീരീഡ് മുഴുവൻ അവർ കുട്ടികൾക്ക് എന്താണ് ജന്മം നൽകുകയും ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെയൊക്കെ ആ ഒരു എന്താണ് ഫ്രീക്വൻറ്റ് പ്രഗ്നൻസീസ് എന്നൊന്നും പറയുന്നത് നല്ലതല്ല. അത് കാരണം തന്നെ അന്നത്തെ ഒരുപാട് സ്ത്രീകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സൊസൈറ്റിയുടെ ഉള്ളിൽ ഇവരിങ്ങനെ ക്രഷ് പെട്ടുകൊണ്ട് തന്നെ ഇരിക്കണം. അതുപോലെ തന്നെ കുട്ടികളെ വളർത്തുക, നേഴ്സ് ചെയ്യുക, അതും എളുപ്പമുള്ള കാര്യമല്ല. അതെല്ലാം സ്ത്രീകളുടെ പണിയാണ്. ആണുങ്ങൾ പോയി ജോലി ചെയ്യും, പെണ്ണുങ്ങൾ വീട്ടിലെ കാര്യങ്ങളും ഒപ്പം കുട്ടികളെ നോക്കും. അത് ഇത്രയും കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്കിന് എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പം സ്ത്രീകളെ ഫോഴ്സ് ചെയ്യാണ് നേഴ്സ് ചെയ്യാനും കുട്ടികളെ വളർത്താനും ഒക്കെ അവർക്കൊരു അസിസ്റ്റൻസും നൽകുന്നില്ല. പക്ഷെങ്കിൽ പകരം ഒരു സ്ത്രീ അവളുടെ സ്വന്തം ഇഷ്ടത്തോടെ എന്താണ് സ്വന്തമായിട്ട് വില്ലിങ്ങായിട്ട് വരികയാണ് പ്രഗ്നൻ്റ് ആവാനും. അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് എന്തെങ്കിലുമൊക്കെ ഈ ഒരു സൊസൈറ്റി അവൾക്കൊരു എയ്ഡ്സൊക്കെ നൽകുകയാണ്. അതായത് അവളെ സഹായിക്കുകയാണ് സൊസൈറ്റി. അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു എന്താണ് മെറ്റേണിറ്റിയുടെ ബർഡൻ നമുക്കൊന്ന് കുറച്ചെടുക്കാനായിട്ട് പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ബട്ട് ഇഫ് ഷീ പ്രൊക്രിയേറ്റ്സ് വോളണ്ടറിലി ആൻഡ് ഇഫ് സൊസൈറ്റി കംസ് ടു ഹെർ എയ്ഡ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ഇസ് കൺസേൺഡ് വിത്ത് ചൈൽഡ് വെൽഫെയർ, ദ ബർഡൻസ് ഓഫ് മെറ്റേണിറ്റി ആർ ലൈറ്റ് ആൻഡ് ക്യാൻ ബി ഈസിലി ഓഫ്സെറ്റ് ബൈ സ്യൂട്ടബിൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ വർക്കിംഗ് കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ സൊസൈറ്റിയും കൂടെ സ്ത്രീകളെ സഹായിക്കുകയാണ് ഇവരുടെ ഒരു മെറ്റേണിറ്റി പീരീഡിലെങ്കിൽ നമുക്ക് അതിനാൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറച്ച് കൊണ്ടുവരാനും സാധിക്കും. അതുപോലെ തന്നെ അവരെ ഒരു വർക്കിംഗ് കണ്ടീഷനുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നേരത്തെ കാര്യമാണ്. ആ സമയത്ത് ഇങ്ങനത്തെ എന്താണ് സ്ത്രീകൾക്ക് സൊസൈറ്റിയിൽ നിന്ന് യാതൊരു ഹെൽപ്പും ലഭിക്കാത്ത ഒരു ടൈമിലെ കാര്യമാണ് ഈ പറയുന്നത്. ഇനി അടുത്തതായിട്ട് മെയിനായിട്ട് പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംഗൽസ് നമ്മളുടെ ഹിസ്റ്ററി ഓഫ് വുമനെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എംഗൽസ് റിട്രേസസ് ദ ഹിസ്റ്ററി ഓഫ് വുമൻ അക്കോർഡിംഗ് ടു ദിസ് പെർസ്പെക്റ്റീവ് ഇൻ ദ ഒറിജിൻ ഓഫ് ദ ഫാമിലി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ സ്റ്റേറ്റ്, ഷോയിങ് ദാറ്റ് ദ ഹിസ്റ്ററി ഡിപ്പെൻഡഡ് എസെൻഷ്യലി ഓൺ ദാറ്റ് ഓഫ് ടെക്നിക്സ്. ഇപ്പോൾ എംഗൽസിൻ്റെ ഒരു വർക്കാണ് ദ ഒറിജിൻ ഓഫ് ദ ഫാമിലി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ സ്ത്രീകളുടെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ സ്റ്റോൺ ഏജ് വെൻ ദ ലാൻഡ് ബിലോങ് in common to all members of the clan, the rudimentary character of the primitive speed and the whole limited the possibilities of agriculture, so that women's strength was adequate for gardening. In this primitive division of labor, the two sexes constituted in a way two classes, and there was equality between these classes. While man hunts and fishes, woman remains at home, but the task of domesticity include productive labor, making pottery, weaving, gardening, and in consequences women plays a large part in economic life. ആദ്യം തന്നെ സ്റ്റോൺ ഏജിലെ കാര്യമാണ് പറയുന്നത്. ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഒരേപോലെ ആയിരുന്നു. അതായത് ആർക്കും സ്വന്തമായിട്ട് വീടോ ലാൻഡോ പ്രോപ്പർട്ടി ഒന്നുമില്ല. എല്ലാ സ്ഥലവും ഇങ്ങനെ കോമൺ ആയിട്ട് കിടക്കുന്നു, എല്ലാവരും കൂടെ ചേർന്ന് കൃഷി ചെയ്യുന്നു. അങ്ങനെ ഒരു രീതിയായിരുന്നു സ്റ്റോൺ ഏജിൽ. അപ്പോൾ അവിടുത്തെ ആ ഒരു സ്പീഡും കാര്യങ്ങളും ഒത്തിരിയൊന്നും നമുക്ക് ഇല്ലല്ലോ. ഇൻസ്ട്രുമെൻറ്റ്സോ ടൂൾസോ ഒന്നും ഇല്ല നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാൻ. അപ്പോൾ ആ ഒരു അഗ്രികൾച്ചറൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ അപ്പോൾ ആ ഒരു പോസിബിലിറ്റീസ് കുറവായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് സ്ത്രീകൾ എന്ത് ചെയ്തു? സ്ത്രീകൾക്ക് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഗാർഡനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അതുപോലെ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവിഷൻ ഓഫ് സെക്സ് പെതുകെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ക്ലാസ് ആയിട്ടാണ് ആ ഒരു സമയത്ത് തിരിയുന്നത്. അതായത് പെണ്ണുങ്ങൾ വേറെ ആണുങ്ങൾ വേറെ എന്നതിന് പകരം അവരൊരു 2 ക്ലാസ് ആയിട്ട് തിരിയുകയാണ്. അപ്പോൾ ഇവിടെ ഇവർ 2 ക്ലാസ് ആയിട്ട് തിരിയുമ്പോൾ പോലും അവരുടെ ആ ഒരു ക്ലാസ്സുകൾക്കുള്ളിൽ നല്ല ഇക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആണുങ്ങൾ ആ ഒരു സമയത്ത്
ഹണ്ട് ചെയ്യാനോ വേട്ടയാടാനോ അല്ലെങ്കിൽ മീനെ പിടിക്കാനോ ഫിഷ് ചെയ്യാനോ ഒക്കെ പോവും. എന്നാൽ സ്ത്രീകൾ ആ സമയത്ത് വീട്ടിലിരുന്നിട്ട് അവരവരുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. എന്നാൽ വെറുതെ വീട്ടിൽ ഇരിക്കുകയല്ല, അവരവരുടെ സമയം പ്രൊഡക്റ്റീവായിട്ട് തന്നെ ഉപയോഗിക്കുകയാണ്. അതായത് അവർ പോട്ടറി ചെയ്യുവോ, എന്തെങ്കിലും തയ്ക്കുവോ, ഗാർഡനിങ് ചെയ്യുവോ, അങ്ങനെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കൂടിയും ആ ഒരു സമയത്ത് അവിടുത്തെ ഒരു എക്കണോമിക് ലൈഫിൽ സ്ത്രീകളും വളരെയധികം പങ്ക് വഹിച്ചിരുന്നു. ഇനി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ത്രൂ ദ ഡിസ്കവറി ഓഫ് കോപ്പർ, ടിൻ, ബ്രോൺസ് ആൻഡ് അയൺ ആൻഡ് വിത്ത് ദ അപ്പിയറൻസ് ഓഫ് tile law, agriculture enlarges its scope and intensive labor is called for in clearing woodland and cultivating the fields. Then man has recourse to the labor of other men whom he reduces to slavery. ഇനിയാണ് നമ്മൾ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു ടൈം എത്തിയപ്പോഴത്തേക്കിന് കോപ്പറും ടിന്നും ബ്രോൺസും അയണിൻ്റെയും ഒക്കെ കണ്ടുപിടുത്തങ്ങൾ നടന്നു കഴിഞ്ഞു. ഈ ഒരു സമയമായപ്പോഴത്തേന് അഗ്രികൾച്ചർ, നമ്മളുടെ ഒരു കൃഷി രീതിയും തന്നെ മാറിപ്പോയി. അതിൻ്റെ സ്കോപ്പൊക്കെ ഒരുപാട് കൂടി. ഇത്ര അധികം ഇൻസ്ട്രുമെൻറ്റ്സ് വന്നപ്പോഴത്തേക്കിന് ലാർജ് സ്കെയിലിലുള്ള കൃഷി വരാൻ തുടങ്ങി. അതുമാത്രമല്ല, ഈ സാധനങ്ങളൊക്കെ വന്നപ്പോൾ അവിടെ ഒരു ഇൻറ്റൻസീവ് ലേബർ ആവശ്യമായിട്ട് വന്നു. അതായത് നമ്മൾ ഒരുപാട് വുഡ്ലാൻഡ്, ഒരുപാട് ഫോറസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കണം. അപ്പോൾ ഒരുപാട് നീണ്ട സ്ഥലത്തേക്ക് ഒരു കൾട്ടിവേഷൻ നീളുകയാണ്. അപ്പോൾ ഒരുപാട് ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നേരത്തെ എങ്ങനെയായിരുന്നു, ആണുങ്ങൾ കൂടുതലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ആണുങ്ങളെല്ലാം കൂടുതലും ഹണ്ട് ചെയ്യാനും ഫിഷ് ചെയ്യാനും ഒക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കാര്യം അവരുടെ അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ടൂൾസേ ആ ഒരു സമയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടൂൾസും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവർ സ്റ്റോൺ ഏജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതായത് അവർ എന്തെങ്കിലും കല്ലൊക്കെ കെട്ടി കുന്തോൺ പോലൊക്കെ ഉണ്ടാക്കി മൃഗങ്ങളെ കൊന്നുമൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് ജീവിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു സമയമായപ്പോഴത്തേക്കിനും അയണും ടിന്നും ബ്രോൺസിൻ്റെ ഒക്കെ കണ്ടുപിടുത്തം നടന്നു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് നല്ല നല്ല ടൂൾസ് കിട്ടാൻ തുടങ്ങുമ്പോൾ എന്താണ്, അവർക്ക് മരം മുറിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ വെട്ടിക്കളയാനുള്ള ഉപകരണങ്ങളൊക്കെ അവർക്ക് കിട്ടിത്തുടങ്ങി. അപ്പോൾ ഈ ഒരു സമയത്ത് അവരുടെ ജീവിത രീതിയും മാറി. ഈ ഒരു സമയത്ത് തന്നെ മനുഷ്യൻ മറ്റുള്ള മനുഷ്യനെ സ്ലേവ്സ്, അടിമകളാക്കി കാണാനും തുടങ്ങി. അതായത് ഇവരുടെ കയ്യിൽ പവർ കൂടി. ഓരോ ടൂൾസ് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും മനുഷ്യൻ്റെ പവർ കൂടുകയും മറ്റു മനുഷ്യനെ അടിമകളാക്കാൻ തുടങ്ങുകയും ചെയ്തു. അടുത്തായി പറയുന്നത്, പ്രൈവറ്റ് പ്രോപ്പർട്ടി അപ്പിയേഴ്സ്, മാസ്റ്റർ ഓഫ് സ്ലേവ്സ് ആൻഡ് ഓഫ് ദ എർത്ത്, മാൻ ബിക്കംസ് എ പ്രൊപ്രൈറ്റർ ഓൾസോ ഓഫ് വിമൻ. ദിസ് വാസ് എ ഗ്രേറ്റ് ഹിസ്റ്ററിക്കൽ ഡിഫീറ്റ് ഓഫ് ദ ഫെമിനിൻ സെക്സ്. അടുത്ത പറയുന്നത്, പ്രൈവറ്റ് പ്രോപ്പർട്ടി അതോടെയാണ് വരാൻ തുടങ്ങിയത്. അതായത് മനുഷ്യൻ ആ ഒരു അഗ്രികൾച്ചർ കാര്യങ്ങളിലൊക്കെ മുന്നേറ്റം ഉണ്ടായപ്പം പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് വരാൻ തുടങ്ങി. മനുഷ്യൻ സ്വന്തമായിട്ട് കുറേ പ്രോപ്പർട്ടി ഉണ്ടാക്കുന്നു, ഇത് ഇത്ര എൻ്റെ പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നു, ഇതിലാരും കയറരുത്. അപ്പോൾ ഒരു അടിമ യജമാനൻ കൺസെപ്റ്റ് വന്ന ശേഷം ഒരു പ്രോപ്പർട്ടി കൺസെപ്റ്റ് അവിടേക്ക് വരികയാണ്. ഈ ഒരു സമയത്ത് മനുഷ്യൻ എന്തായി, അടിമകളുടെ മാസ്റ്ററുമായി, അതുപോലെ തന്നെ എർത്ത്, ഭൂമിയുടെ വരെ, അതായത് പ്രോപ്പർട്ടി കിട്ടിയല്ലോ, അപ്പോൾ ഭൂമിയുടെ വരെ മാസ്റ്ററായിട്ട് മാറുകയാണ്. ഈ സമയത്ത് തന്നെ മാൻ സ്ത്രീകളുടെയും, ആണുങ്ങൾ സ്ത്രീകളുടെയും പ്രൊപ്രൈറ്റർ, ഓണറാകുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടൈമിലാണ് ആണുങ്ങൾ എല്ലാത്തിൻ്റെയും ഓണറായി മാറുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് പറയുന്നത്, ദിസ് വാസ് ദ ഗ്രേറ്റ് ഹിസ്റ്ററിക്കൽ ഡിഫീറ്റ് ഓഫ് ദ ഫെമിനിൻ സെക്സ്. ഇവിടെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ, അതായത് ആ ഒരു ഫെമിനിൻ സെക്സിൻ്റെ ഏറ്റവും വലിയൊരു പതനം ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് ഈസ് ടു ബി എക്സ്പ്ലെയിൻഡ് ബൈ ദ അപ്സെറ്റിംഗ് ഓഫ് ദ ഓൾ ഡിവിഷൻ ഓഫ് ലേബർ വിച്ച് ഒക്കേർഡ് ഇൻ consequence of the invention of new tools, the same cause which had assured to woman the prime authority in the house, namely her restriction to domestic duties. This same cause now assured the domination thereof the man, for women's housework henceforth sank into insignificance in comparison with man's productive labor. ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താണ്, ഡിവിഷൻ ഓഫ് ലേബർ വന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻഷൻ ഓഫ് ന്യൂ ടൂൾസ് ആണ്. പുതിയ ടൂൾസ് വന്നപ്പോഴാണ് മനുഷ്യൻ്റെ ഇടയിലുള്ള ഈ ഒരു ക്ലാസിഫിക്കേഷൻ വന്നതും അല്ലെങ്കിൽ ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായതെന്ന് ആണ് പറയുന്നത്. ഇതേ സെയിം കാരണം തന്നെയാണ് സ്ത്രീകളുടെ കാര്യത്തിലും പ്രശ്നമായിട്ട് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് സ്ത്രീകളുടെ മെയിൻ
അതോറിറ്റി അല്ലെ മെയിൻ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാര്യങ്ങൾ ചെയ്യുക എന്നത് ആയി മാറിയത് ഈ ഒരു ടൂൾസിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണ്. അപ്പോൾ ഇതേ സെയിം കാരണം തന്നെയാണ് ആണുങ്ങൾക്ക് ഡോമിനേഷൻ ഉണ്ടാക്കി കൊടുത്തതും. അതായത് അവരാണ് പുറത്ത് പോയി ജോലി ചെയ്യേണ്ടത്, പെണ്ണുങ്ങൾ വീട്ടിൽ ഇരിക്കേണ്ടവരാണെന്നുള്ളൊരു ഡോമിനേഷനും ഇതേ സെയിം കാരണം തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. ഈ കാരണങ്ങളൊക്കെയാലുമാണ് സ്ത്രീകൾ ചെയ്യുന്ന ജോലി ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറിപ്പോയത്. അതായത് വീട്ടിലെ കാര്യങ്ങൾ വലിയ കാര്യമല്ല, അതിന് വലിയ പവറിൻ്റെ ആവശ്യമൊന്നുമില്ല, അതിന് വലിയ സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, അല്ലെ സ്ത്രീകളാണ് അത് ചെയ്യേണ്ടത്, അങ്ങനെയാണ് നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നത് എന്നുള്ള തരത്തിലേക്ക് മാറിപ്പോയി. അതുപോലെ തന്നെ സ്ത്രീകളുടെ ജോലി വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിപ്പോയി. ആണുങ്ങളുടെ പ്രൊഡക്റ്റീവ് ലേബറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആണുങ്ങൾ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലേ. അവർ അഗ്രികൾച്ചറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവരിങ്ങനെ സമൂഹത്തിന് ഉന്നതി ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു എക്കണോമിയിലേക്ക് അവർ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ സ്ത്രീകൾ ഇൻസിഗ്നിഫിക്കൻ്റ് ആക്കി മാറ്റുകയാണ് അതേ സമയത്ത്. Then maternal authority gave place to paternal authority, property being inherited from father to son and no longer from woman to her clan. ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റേണൽ അതോറിറ്റി പോയിട്ട് ഒരു പെറ്റേണൽ അതോറിറ്റിയാണ് ഇവിടെ വരുന്നത്. ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി അച്ഛന്മാരിൽ നിന്ന് മകനിലേക്ക് കിട്ടുകയാണ്, അല്ലാതെ സ്ത്രീയിൽ നിന്ന് അവരുടെ അടുത്ത തലമുറയിലേക്ക് കിട്ടുന്നതിന് പകരം അച്ഛന്മാരിൽ നിന്നും ഡയറക്റ്റ് മകനിലേക്കാണ് കൊടുക്കുന്നത്, മകനിലേക്ക് കിട്ടുകയാണ്. Here we see the emergence of the patriarchal family founded upon private property. In this type of family, woman is subjugated. അപ്പോൾ ഈ ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്കും നമ്മൾ കാണുകയാണ് ഒരു പേട്രിയാർക്കൽ ഫാമിലി അവിടെ ഉണ്ടായി വരികയാണ്. അതായത് ആണുങ്ങൾ അതായത് അവരുടെ രീതിക്കൊക്കെ സമൂഹം ഉണ്ടാക്കി വെച്ചൊരു രീതിയിലേക്ക് നമ്മുടെ ഈ ഒരു സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പേട്രിയാർക്കൽ ഫാമിലി അവിടെ ഉണ്ടായി, എന്തിൻ്റെ പേരിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി വരികയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇനി തൊട്ട് പ്രോപ്പർട്ടിയുടെ അവകാശം പോകുന്നതെന്നൊക്കെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേട്രിയാർക്കൽ ഫാമിലിയിൽ എപ്പോഴും സ്ത്രീകൾ സബ്ജുഗേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, സ്ത്രീകളെ നമ്മൾ അടിച്ചമർത്തിയിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. Man in his sovereignty indulges himself in sexual caprices among others. He fornicates with slaves or courtesans, or he practices polygamy. ഇനി പറയുന്നത് എന്താണ്, ഇപ്പം പുരുഷന്മാർക്കൊരു സുപ്പീരിയോറിറ്റി കിട്ടി അല്ലേ, അവർക്കിപ്പം പരമാധികാരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഈ ഒരു സമയമായപ്പോഴത്തേക്കിന് പല ആൾക്കാരുമായിട്ട് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ തുടങ്ങി. അതായത് അവരടിമകളുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ജോലിക്കാരുമായിട്ടോ അങ്ങനെ മനുഷ്യൻ ഒന്നിൽ കൂടുതൽ പാർട്ട്ണറെ സ്വീകരിക്കാനായിട്ട് തുടങ്ങി ഈ ഒരു ടൈം എത്തിയപ്പോൾ. Wherever the local customs make reciprocity at all possible, the wife takes revenge through infidelity. ഇവിടെ ഈ ഒരു റെസിപ്രോസിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ചിങ് തിങ്സ് വിത്ത് അതർ ഫോർ മ്യൂച്വൽ ബെനഫിറ്റ്. അതായത് നമ്മൾ ആൾക്കാരുമായിട്ട് കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യണം, നമ്മുടെ ഒരു രണ്ടുപേരുടെയും ബെനഫിറ്റിന് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റെസിപ്രോസിറ്റി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അവരുടെ ഒരു ലോക്കൽ കസ്റ്റമല്ല ആ ഒരു സമയത്ത് എന്തെടുക്കും, അതായത് സ്ത്രീകൾക്ക് യാതൊരു ഫ്രീഡവും ഇല്ല, ആണുങ്ങൾക്ക് എന്തും വേണേലും കാണിക്കാൻ സ്ത്രീകൾക്ക് പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് സ്ത്രീകളും റിവഞ്ച് എടുക്കാൻ തുടങ്ങി. അതാണ് പറയുന്നത് ദ വൈഫ് ടേക്സ് റിവെഞ്ച് ത്രൂ ഇൻഫിഡലിറ്റി. ഇപ്പോൾ ഇൻഫിഡലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീറ്റ് ചെയ്യുക, നമ്മളുടെ ഭർത്താവിനെയോ അല്ലെ പാർട്ട്ണറിനെയോ ചീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അഡൾട്ടറി, ഇങ്ങനെ നമ്മൾ പറയുന്നത് അവിഹിത ബന്ധങ്ങൾക്കൊക്കെ പോകില്ലേ, അതിനാണ് പറയുന്നത്. സോ the wife takes revenge through infidelity. Marriage finds its natural fulfillment in adultery. അപ്പോൾ ആ ഒരു സമയത്തേക്കിന് ഒരു വിവാഹ ജീവിതത്തിൻ്റെ ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു അഡൾട്ടറി ആയി മാറിയിരിക്കുകയാണ്. കാര്യം സ്ത്രീകൾ അവിടെ ഒപ്രസ്ഡ് ആണ്, ആണുങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പം ഇവരും തിരിച്ച് റിവെഞ്ച് എടുക്കുകയാണ്. This is woman's sole defense against domestic slavery in which she is bound, and it is economic oppression that gives rise to the social oppression to which she is subjected. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ ഒരു ഏറ്റവും വലിയ ഒരു ഡിഫെൻസാണ് അവളുടെ സ്ലേവറിക്കെതിരെ. അവളുടെ ഇങ്ങനെ വീട്ടിൽ കിടന്ന ഒരു അടിമയെ പോലെ ജീവിക്കുകയാണ്. അപ്പോൾ അതിനെതിരെയുള്ള അവളുടെ ഒരു ഫണ്ടമെൻ്റൽ ഒരു ഡിഫെൻസ് എന്ന് പറയുന്നതായിരുന്നു ഈ ഒരു അഡൾട്ടറി എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു എക്കണോമിക് ഒപ്രഷനാണ് ഒരു സോഷ്യൽ ഒപ്രഷനിലേക്കും നയിച്ചത്. എക്കണോമിക് ഒപ്രഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് സ്ത്രീകൾക്ക് പൈസയില്ല, അവരെപ്പോഴും അവരുടെ ഭർത്താക്കന്മാരെയോ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷന്മാരെ ആയിരിക്കും അവരെപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് മണി ഓർ ഫോർ എനിത്തിങ്. അപ്പം അവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ പാർട്ട്നേഴ്സിനെയാണ്. അപ്പോൾ അവർക്കൊരു എക്കണോമിക് ഫ്രീഡം ഇല്ല, അവിടെ അവർക്ക് പൈസയില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അവരൊരു സോഷ്യൽ ഒപ്രഷനും അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് സ്ത്രീകൾ എക്കണോമിക്കലി ഫ്രീ ആവുന്നോ അന്നേ അവർക്ക് ഉയർന്നു വരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു സ്ലേവറി, ഈ ഒരു അടിമത്തത്തിൽ നിന്നെല്ലാം അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കണം. Equality cannot be re-established until the two sexes enjoy equal rights in law. But this enfranchisement requires participation in general industry by the whole female sex. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വാളിറ്റി ഒരിക്കലും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എവിടെ? ഇപ്പോൾ രണ്ട് സെക്സിനും ഒരേ റൈറ്റ് കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ രണ്ട് സെക്സിനും തുല്യമായിട്ടുള്ള അവകാശം നിയമം കൊടുക്കണം, എങ്കിൽ മാത്രമേ നമുക്കവിടെ ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു എൻഫ്രാഞ്ചൈസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ ജനറൽ ഇൻഡസ്ട്രിയിലേക്ക് സ്ത്രീകളുടെയും കൂടെ കോൺട്രിബ്യൂഷൻ വരണം, അല്ലെങ്കിൽ സ്ത്രീകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതായത് ജോലിയൊക്കെ എടുക്കാനായിട്ട് സ്ത്രീകളും വരണം, സ്ത്രീകൾക്കും ജോലി സാധ്യത ഉണ്ടാവണം. Women can be emancipated only when she can take part on a large social scale in production and is engaged in domestic work only to an insignificant degree. അപ്പോൾ ഇവിടെ പറയുന്നത് സ്ത്രീകൾക്ക് നമുക്ക് ഫ്രീഡം കൊടുക്കണം, അല്ലെങ്കിൽ സ്ത്രീകളെ ഫ്രീ ആക്കണമെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ ഇതുപോലെ ലാർജ് സോഷ്യൽ സ്കെയിലിൽ തന്നെ അവരും എന്താണ് ജോലിക്കായിട്ട് ഇറങ്ങണം, അവരും നമ്മളുടെ ഈ ഒരു എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഈ വീട്ടിലുള്ള ഡൊമസ്റ്റിക് വർക്കിനെ കുറച്ചിട്ട് പകരം അവരും ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരണമെന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ഹാസ് ബിക്കം പോസിബിൾ only in the big industry of modern times which not only admits of female labor on a grand scale but even formally demands it. അപ്പോൾ ഇത് നടക്കുക എന്ന് പറയുന്നത് ബിഗ് ഇൻഡസ്ട്രിയിൽ മാത്രമാണ്, അതായത് മോഡേൺ ടൈംസിലുള്ള ബിഗ് ഇൻഡസ്ട്രിയിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ത്രീകളായിട്ടുള്ള ജോലിക്കാരെ അവർക്ക് ആവശ്യമാണ്. അത് മാത്രമല്ല, അതായത് സ്ത്രീകളായിട്ടുള്ള ജോലിക്കാരെ അവർ എടുക്കുക മാത്രമല്ല, പകരം അവർ ഡിമാൻഡ് വരെ ചെയ്യും, ഞങ്ങൾക്ക് സ്ത്രീകളായിട്ടുള്ള ജോലിക്കാരെ വേണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ മാത്രമേ നമുക്കിതിനൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. Thus the fate of women and that of socialism are intimately bound up together, as is shown also in Bebel's great work on women and the proletariat. He says are both downtrodden. അപ്പോൾ ഇനിയും ബെബലിൻ്റെ ഒരു വർക്കിലാണ് പറയുന്നത്. അപ്പം ബെബലിൻ്റെ വുമൻ ആൻഡ് ദ പ്രൊലിറ്ററേറ്റ് എന്ന് പറയുന്ന വർക്കിൽ, പ്രൊലിറ്ററേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്ലാസ്, അതായത് ജോലി ചെയ്യുന്ന വർഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു വർക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളും വർക്കിംഗ് ക്ലാസ് രണ്ടുപേരും ഡൗൺ ട്രോഡൻ ആണ്, അതായത് രണ്ടുപേരെ അടിച്ചമർത്തി വെച്ചേക്കാണ്, രണ്ടുപേർക്കും യാതൊരു അവകാശങ്ങളും കിട്ടുന്നില്ലാത്ത തരത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ബോത്ത് ആർ ടു ബി സെറ്റ് ഫ്രീ ത്രൂ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. രണ്ടുപേരെയും നമ്മൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കണം, ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് നേടിയാൽ മാത്രമേ നമുക്ക് രണ്ടുപേർക്കും ഫ്രീഡം കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, മെഷീനറി വന്നപ്പോൾ ഉണ്ടായൊരു മാറ്റം പോലെ തന്നെ ഇനി ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് വരുമ്പോഴുള്ള ഒരു മാറ്റത്തെക്കുറിച്ചും പറയുന്നത്. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ പ്രോബ്ലത്തിനെ ജസ്റ്റ് അവളുടെ കപ്പാസിറ്റീവായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ദ പ്രോബ്ലം ഓഫ് വുമൻ ഈസ് റെഡ്യൂസ്ഡ് ടു ദ പ്രോബ്ലം ഓഫ് ഹർ കപ്പാസിറ്റി ഫോർ ലേബർ. Fusion at the time when techniques were suited to her capabilities dethroned when she was no longer in a position to exploit them. Woman regains in the modern world her equality with men. അപ്പോൾ അതായത് ആണുങ്ങളുമായിട്ടൊരു ഇക്വാളിറ്റി കിട്ടിയെങ്കിൽ മാത്രമേ സ്ത്രീകൾക്കും അവരുടേതായ പവർ അവിടെ കാണിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം സ്ത്രീകളുടെ കഴിവിന് ചേർന്ന അല്ലെ അവരുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ടെക്നിക്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ത്രീകളെ പിന്നെ ആർക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ സ്ത്രീകളും അവരുടെ ഇക്വാളിറ്റി നേടിയെടുക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പല രാജ്യങ്ങളിലായാലും ഒക്കെ അവർ ഇതുവരെ അത് മനസ്സിലാക്കിയിട്ടില്ല. സ്റ്റിൽ അവർ സ്ത്രീകളെ ഒപ്പോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു റീപ്രൊഡക്ഷനിൽ പോലും അവർക്ക് സ്വാതന്ത്ര്യമില്ല. അവർ എപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം, അതായത് നമ്മൾ
കണ്ടിട്ടുണ്ട് അല്ലേ, നമുക്ക് അബോർഷനോ ഒന്നും പറ്റത്തില്ലാത്ത ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു റിയലൈസേഷൻ, അതായത് രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഇക്വാളിറ്റി ഉണ്ടാകും എന്നുള്ളൊരു റിയലൈസേഷൻ വരാത്തിടത്തോളം കാലം ഇതിങ്ങനെ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ഓഫ് ദ ഏൻഷ്യൻ ക്യാപിറ്റലിസ്റ്റിക് paternalism that in most countries prevent the concrete realization of this equality. അപ്പോൾ ഈ ഒരു ക്യാപിറ്റലിസ്റ്റിക് രീതി പിന്തുടരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു റിയലൈസേഷൻ ഉണ്ടാവാത്തത്, എല്ലാവർക്കും തുല്യത വേണമെന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടാവാത്തത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. It will be realized on the day when this resistance is proved, as is the fact already in the Soviet Union according to Soviet propaganda. അപ്പം അവർ പറയുന്നത് എന്താണ്, എല്ലാവർക്കും ഈക്വാളിറ്റി വരണമെന്നുണ്ടെങ്കിൽ അവരൊരു സോഷ്യലിസ്റ്റ് രീതിയിൽ ചിന്തിക്കണം. ഇങ്ങനെ ക്യാപിറ്റലിസം, അതായത് പൈസ ഉള്ളവൻ്റെ മാത്രം ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മുതലാളിത്ത വർഗത്തിൻ്റെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരിക്കലും ഒരു ഇക്വാളിറ്റി ഉണ്ടാവത്തില്ല, നമുക്കത് ബ്രേക്ക് ചെയ്യാനും പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ആൻഡ് വെൻ ദ സോഷ്യലിസ്റ്റ് സൊസൈറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് throughout the world, there will no longer be men and women but only workers on a footing of the equality. അപ്പോൾ അടുത്ത് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവരുടെ ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റി നമ്മൾ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ലോകം മുഴുവൻ നമ്മൾ സോഷ്യലിസ്റ്റ് സൊസൈറ്റി കൊണ്ടുവരികയാണ്, അങ്ങനെയാണെങ്കിൽ അവിടെ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഉള്ളൊരു വ്യത്യാസം കാണത്തില്ല. പകരം അവിടെ എന്തായിരിക്കും ഉള്ളത്, വർക്കേഴ്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എല്ലാവരും ജോലിക്കാർ, രണ്ട് തരത്തിലുള്ള ജോലി ചെയ്യുന്നു, അല്ലെ പലതരത്തിലുള്ള ജോലി ചെയ്യുന്നു, അത്രയുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. പകരം അവിടെ സ്ത്രീയോ പുരുഷനോ എന്നുള്ള വ്യത്യാസം കാണത്തില്ല എന്നാണ് ഇപ്പം തന്നെ ഇവർ ഈ ഒരു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം വഴി നമ്മളുടെ സ്ത്രീകളുടെ ഹിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് പറയുന്ന മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ടേണിംഗ് പോയിന്റ് ഓഫ് ഓൾ ഹിസ്റ്ററി ഈസ് ദ പാസേജ് ഫ്രം ദ റെജീം ഓഫ് കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് ടു ദാറ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, ആൻഡ് ഇറ്റ് ഈസ് നോ വേ ഇൻഡിക്കേറ്റഡ് ഹൗ ദിസ് കുഡ് ഹാവ് കം അബൌട്ട്. Engels himself declares in The Origin of the Family that at present we know nothing about it. Not only is he ignorant of the historical detail, he does not even suggest any interpretation. Similarly, it is not clear that the institution of private property must necessarily have involved the enslavement of women. Historical materialism takes for granted facts that call for explanation. Engels assumes without discussion the bond of interest which ties man to property, but where does this interest, the source of social institution, have its own source? ഇനിയും പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോമൺ പ്രോപ്പർട്ടി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയപ്പം തൊട്ടാണ് പ്രശ്നം തുടങ്ങുന്നതെന്നാണ് ഇവിടെ എങ്കിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് പറയുന്നത്, ഇതിനൊരു തെളിവുമില്ല. അതായത് എങ്കിൽ ഇതിനായിട്ട് ഒരു തെളിവുകളോ അല്ലെ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസോ ഒന്നും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഇൻ്റർപ്രിട്ടേഷൻ പോലും ഇവിടെ സജസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഒരിക്കലും ക്ലിയറായിട്ട് അറിയത്തില്ല പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്നാണോ സ്ത്രീകളെ അടിമപ്പെടുത്താൻ തുടങ്ങിയെന്നുള്ള കാര്യം. അപ്പോൾ എങ്കിൽ കിട്ടിയ കുറച്ച് ഫാക്ട്സിനെ നമ്മളെന്താണ് മുതലെടുക്കുമായിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് യാതൊരു എക്സ്പ്ലനേഷനും കൊടുത്തിട്ടില്ല. അപ്പോൾ ആണുങ്ങളുടെ പ്രോപ്പർട്ടിയോടുള്ള ആ ഒരു അഫിലിയേഷൻ, അല്ലെ പ്രോപ്പർട്ടീനെ അവർ സ്വന്തമാക്കാൻ കാണിക്കുന്ന ആ ഒരു അഭിനിവേശത്തോട് എന്തുവാണ് സ്ത്രീകളെ അടിമപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ബന്ധം എന്നൊക്കെയാണ് ഇവിടെ സിമൻറ്റി വ്യൂവർ ചോദിച്ചു വെക്കുന്നത്. Thus, Engels' account remains superficial and the truth that he does reveal are seemingly contingent or incidental. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്കിലിൻ്റെ ഈ ഒരു കണ്ടുപിടുത്തം അല്ലെ ഇത്ര എഴുതിയ ഒരു തിയറി എന്ന് പറഞ്ഞാൽ നമുക്ക് സൂപ്പർഫിഷ്യലായിട്ട് തോന്നും. അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, ഇത് കാരണം കുറച്ചൊക്കെ ഒരു എന്താണ് സ്ത്രീകൾക്കൊരു അടിമത്തം ഉണ്ടായി, അല്ലെങ്കിൽ കുറേയൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ് ഈ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ചൊക്കെ റിലേറ്റഡ് ആണ് എന്ന് വെച്ചിട്ട് ഇത് തന്നെയാണ് സ്ത്രീകളുടെ അടിമത്തത്തിനുള്ള കാരണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. The fact is that we cannot plumb their meaning without going beyond the limit of historical materials. അപ്പോൾ നമുക്കിതിനെ ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്താണ് നടന്നതെന്നുള്ള കാര്യങ്ങളൊന്നും ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനൊന്നും പറ്റത്തില്ല. It cannot provide solution for the problem we have raised because these concern the whole man and not the abstraction homo economicus. പിന്നെയും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യത്തിനുള്ള ഒരു സൊല്യൂഷൻ ഈ കാര്യങ്ങൾക്കൊന്നും തരാൻ പറ്റത്തില്ല. അതായത് ആണുങ്ങൾക്ക് പ്രോപ്പർട്ടി കിട്ടിയപ്പോഴാണ്, അല്ലെങ്കിൽ പുതിയ ടൂൾസ് വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്നുള്ള കാര്യമൊന്നും അല്ല നമുക്ക് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ആവശ്യങ്ങളെല്ലാം ചുറ്റപ്പെട്ട് നിൽക്കുന്നത് എന്താണ്, ഒരു മനുഷ്യനെ എന്നുള്ള രീതിയിലല്ല. നമ്മളുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാരെയും കണക്ട് ചെയ്യുന്ന തരത്തിലാണ്, അല്ലെങ്കിൽ അവരെ മുഴുവൻ കൺസേൺ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതാണ് പറയുന്നത് ബിക്കോസ് ദീസ് കൺസേൺ ദ ഹോൾ മാൻ ആൻഡ് നോട്ട് ദാറ്റ് അബ്സ്ട്രാക്ഷൻ. ആ അബ്സ്ട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമോ എക്കണോമിക്കസ് എന്ന് പറഞ്ഞാൽ, അതായത് ആ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്കണോമിക് മാൻ എന്നാണ്. അതായത് അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ഈസ് റാഷണൽ, അതായത് മനുഷ്യൻ റാഷണലാണ്. അവരെപ്പോഴും ലോജിക്കലായിട്ട് എന്തും ചെയ്യത്തുള്ളൂ, അല്ലെ ചിന്തിക്കത്തുള്ളൂ. അവർ ചെയ്യുന്നതെല്ലാം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത്, അല്ലെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ഈ മുഴുവൻ മനുഷ്യരെയാണ്, ഈ ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാരെയാണ്. അല്ലാതെ സമൂഹത്തിൻ്റെ നല്ലതിന് വേണ്ടി ചെയ്യുന്ന പുരുഷന്മാർ എന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്തണ്ട. എല്ലാവരെയും നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ കുറ്റപ്പെടുത്തുന്നതെന്നാണ് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് ദ ഡിസ്കവറി ഓഫ് ബ്രോൺസ് എനേബിൾഡ് മാൻ ഇൻ ദ എക്സ്പീരിയൻസ് ഓഫ് ഹാർഡ് ആൻഡ് പ്രൊഡക്റ്റീവ് ലേബർ ടു ഡിസ്കവർ ഹിംസെൽഫ് ആസ് ക്രിയേറ്റഡ് ഡോമിനേറ്റിംഗ് നേച്ചർ. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ് ഓഫ് ഇറ്റ് ആൻഡ് ഇൻ ഫാക്ട് ഓഫ് ഒബ്സ്റ്റക്കിൾസ് ഓവർകം he found courage to see himself as an autonomous, active ഫോഴ്സ് ടു അച്ചീവ് സെൽഫ് ഫുൾഫിൽമെൻറ്റ് ആസ് ആൻ ഇൻഡിവിജ്വൽ. ഇനി ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കവറി ഓഫ് ബ്രോൺസ്, അതായത് ബ്രോൺസിൻ്റെ ഒക്കെ കണ്ടുപിടുത്തം നടന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേനും മനുഷ്യൻ എന്തായി, അവന് ഭയങ്കര നല്ല പ്രൊഡക്റ്റീവ് ലേബറൊക്കെ തരുന്ന ആളായി, അവന് നല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ടായി. അവനെ തന്നെ ഒരു ക്രിയേറ്റർ, ഞാനാണെല്ലാം സൃഷ്ടിച്ചത് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തു. ആ ഒരു സമയമായപ്പോഴത്തേനും മനുഷ്യൻ നമ്മളുടെ ഈ ഒരു പ്രകൃതിയെ തന്നെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് പ്രകൃതിയെ പോലും ഒരു അടിമയായിട്ട് കാണാൻ തുടങ്ങി. പ്രകൃതിയെ പോലും ഭയക്കുന്നില്ല, ആരെയും ഭയക്കുന്നില്ല. അവൻ്റെ മുന്നിലുള്ള തടസ്സങ്ങളെയെല്ലാം മനുഷ്യൻ ഓവർകം ചെയ്തു വന്നു. അവൻ ഓരോരോ കാര്യങ്ങളും ഓവർകം ചെയ്യുമ്പോൾ, ഓരോന്നും തരണം ചെയ്തു വരുമ്പോഴും അവൻ സ്വന്തമായിട്ട് ധൈര്യശാലിയായിട്ട് കാണാൻ തുടങ്ങി. അവൻ സ്വന്തമായിട്ട് കറേജ് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ തന്നെ അവനെ ഒരു ഭയങ്കര പവർ, അവന് നല്ല ഫോഴ്സ് ഉള്ളവനായിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യനൊരു സെൽഫ് ഫുൾഫിൽമെൻറ്റ് അച്ചീവ് ചെയ്യാൻ തുടങ്ങി. അതായത് എല്ലാത്തിനെയും സ്വന്തം കാൽപ്പിടിയിൽ ഒതുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു ഭയങ്കര തൃപ്തി കിട്ടും, അല്ലേ? നമുക്ക് സ്വയം ഒരു തൃപ്തി കിട്ടും. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. ദ സബ്ജക്റ്റ് ഷേപ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ഹിംസെൽഫ് ഇൻ ഷേപ്പിംഗ് ആൻഡ് മാസ്റ്ററിങ് ദ ലാൻഡ്. അപ്പോൾ സബ്ജക്റ്റ് തന്നെ എന്ത് ചെയ്തു, ഒരു ഷേപ്പ്, ഒരു പുതിയൊരു രീതിയിൽ നമ്മളുടെ സമൂഹത്തിനെ മാറ്റിയെടുക്കണം. എന്നിട്ട് അവർ തന്നെ മാസ്റ്റർ ചെയ്യുകയാണ്. എങ്ങനെ ഇനിയും വരുന്ന കാര്യങ്ങളും ഷേപ്പ് ചെയ്തെടുക്കണം, ഇനി എങ്ങനെ ഭൂമിയുടെ മാസ്റ്ററായി മാറാം, എങ്ങനെ എല്ലാത്തിൻ്റെയും ഉടമയാകാം, എല്ലാത്തിൻ്റെ അധിപതിയാകാമെന്ന് ചിന്തിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുകയാണ് ഇവിടെ മനുഷ്യരെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു മെയിൻ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, സിമൻ ടി ബോവർ പറയുന്നത് ഈ ഒരു സപ്രഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മളുടെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ആയിട്ടൊന്നും ലിങ്ക് ചെയ്യേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ പുതിയ ഇൻവെൻഷനുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട കാര്യമല്ല. ഇത് മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്, നമ്മുടെ ഒരു മനസാക്ഷി ഉണ്ടല്ലോ, അപ്പോൾ ഈ മനസാക്ഷിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഇതിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളുടെ മനസാക്ഷി അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്വഭാവ രീതി മാറാതെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഇതിലേക്ക് മെയിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്നാണ് പറയുന്നത്. On the same grounds, it is impossible to deduce the oppression of women from the institution of private property. Here again, the inadequacy of Engels' point of view is obvious. He saw clearly that women's muscular weakness become a real point of inferiority only in its relation to the bronze and iron tool, but he did not see that the limitation of her capacity for labor constituted in themselves a concrete disadvantage only in a certain perspective. ഇനി ഇവിടെ പറയുന്നത് എന്താണ്, സ്ത്രീകളുടെ ഓപ്പറേഷൻ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്ത്, അല്ലെ അങ്ങനെ ഒരു രീതിയിൽ അതിനെ നമുക്ക് വൽക്കരിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയല്ല ഇതുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ എങ്കിലിൻ്റെ കുറച്ച് പോയിൻ്റ് ഓഫ് വ്യൂവും കൂടി ഇവിടെ എടുത്തിടുകയാണ്. അതായത് സ്ത്രീകളുടെ മസ്കുലർ വീക്ക്നെസ്, അതായത് അവർക്ക് ആണുങ്ങളുടെ പോലുള്ള ശക്തിയില്ല, അല്ലെ അവർക്ക് അതിനുള്ള മസിൽ പവർ ഇല്ല എന്ന് പറയുന്നത് ആണ് സ്ത്രീകളെ ഇൻഫീരിയറായിട്ട് കാണാനുള്ള കാരണം. അല്ലെങ്കിൽ ബ്രോൺസോ അയൺ ടൂൾസോ ഒക്കെ വന്നപ്പോഴാണ് സ്ത്രീകൾക്ക് ഇങ്ങനത്തെ തരത്തിലുള്ള ലിമിറ്റേഷൻ ഉണ്ടായെന്നാണ് പറയുന്നത്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം കണ്ടില്ല, അതായത് ഇതൊക്കെ സ്ത്രീകൾക്കുള്ളൊരു സ്ത്രീകളുടെ കപ്പാസിറ്റി ഫോർ ലേബർ, അതായത് വർക്ക് ചെയ്യാനുള്ള ലേബറിനെ ഒരു ലിമിറ്റേഷനായിട്ട് കാണുകയാണ്. ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് മാത്രമാണ്. അത് ചെറിയൊരു പെർസ്പെക്റ്റീവിലേക്ക് മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമാണ്. അതായത് സ്ത്രീകൾക്ക് കുറച്ച് ഒരു ഫിസിക്കൽ പവർ കുറച്ച് കുറവാണെന്നുള്ളതല്ലാതെ ഇതിനെ ഇത്ര വലുതായിട്ട് പറയേണ്ട ഒരു കാര്യമേ അല്ല എന്നാണ് പറയുന്നത്.
ഇതേ ഒരു സമയത്ത് വിമൻ്റെ ഒരു ഇൻകപ്പാസിറ്റിയെ വേറൊരു തരത്തിലേക്കും എടുക്കാൻ തുടങ്ങി. അതായത് വിമൻസ് ഇൻകപ്പാസിറ്റി ബ്രോട്ട് അബൌട്ട് ഹെർ ruin because man regarded her in the perspective of his project for enrichment and expansion. അപ്പോൾ ആണുങ്ങൾക്കെല്ലാം എന്താണ് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, കൈപ്പിടിയിലാക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ബ്രോൺസ് വന്നപ്പോഴായാലും ഇവരെന്താ ചെയ്തത്? ഹി വാണ്ടഡ് ടു ക്ലിയർ ആൻഡ് കൾട്ടിവേറ്റ് വാസ്റ്റ് ഫീൽഡ്സ് അല്ലേ, അവർക്കെല്ലാം ക്ലിയർ ചെയ്യണം, എന്നിട്ട് കൾട്ടിവേറ്റ് ചെയ്യണമെന്നൊക്കെയായിരുന്നു അവരുടെ ആഗ്രഹം. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഒരു ഇൻകപ്പാസിറ്റീനെ മുതലെടുത്തിട്ട് അവരെന്താണ് ചെയ്യുന്നത്? അവർ സ്ത്രീകളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ സ്ത്രീകളെ അവർക്ക് വളരാനും അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനും അവരെ സ്വയം എൻറിച്ച് ചെയ്യാനുമുള്ള ഒരു കാര്യമായിട്ടാണ്, അവർക്കുള്ള വളർച്ചയ്ക്കുള്ള ഒരു വസ്തുവായിട്ട് മാത്രമാണ് സ്ത്രീകളെ കണ്ടതെന്നാണ് പറയുന്നത്. And this project is still not enough to explain why she was oppressed, for the division of labor between the sexes could have meant a friendly association. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഇവർ തമ്മിലുള്ള ആ ഒരു ഒപ്രഷൻ അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ ഒപ്രഷനെ ഡിഫൈൻ ചെയ്ത് തരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സാമ്പിൾ അല്ല. ആണുങ്ങൾ എല്ലാത്തിനെയും കീഴടക്കി കൊടുത്തിട്ട് സ്ത്രീകളെയും കീഴടക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും അത് മനസ്സിലാക്കി വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മനുഷ്യൻ്റെ ഒരു ഫ്രണ്ട്ലി അസോസിയേഷനെ കുറിച്ച് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദ ഒറിജിനൽ റിലേഷൻ ബിറ്റ്വീൻ എ മാൻ ആൻഡ് ഹിസ് ഫെലോസ് വാസ് എക്സ്ക്ലൂസീവ്ലി എ റിലേഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ്, വി കുഡ് നോട്ട് അക്കൗണ്ട് ഫോർ എനി ടൈപ്പ് ഓഫ് എൻസ്ലേവ്മെൻറ്റ്. അപ്പം നമ്മുടെ ഒറിജിനൽ റിലേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഏറ്റവും ആദ്യത്തെ സമയം മനുഷ്യർ ആണുങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ, ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നെന്നുണ്ടെങ്കിൽ, അവിടെ നിന്ന് എപ്പോഴാണ് ഒരു എൻസ്ലേവ്മെൻറ്റ് വന്നത്? അതായത് ഈ ഒരു അടിമ മുതലാളി വർഗം എന്നുള്ളൊരു രീതിയിലേക്ക് എപ്പോഴാണ് വന്നത്? We could not account for any type of enslavement, but no, this phenomenon is a result of the imperialism of the human consciousness. അപ്പോൾ പറയുന്നത് എന്താണ്? എല്ലാം കീഴടക്കണം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മനസാക്ഷിയിൽ നിന്നുമാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതായത് ആണുങ്ങളായപ്പോൾ, ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം വിട്ടേര്, ആണുങ്ങളെല്ലാവരും തുല്യരായി കഴിഞ്ഞിരുന്ന ഒരു സമയത്ത് നിന്നും അടിമ മുതലാളി വർഗം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്? കീഴടക്കണം, സുപ്പീരിയർ ആവണം, സിക്കിങ് ഓൾവേസ് ടു എക്സസൈസ് ഇറ്റ് സോവറിനിറ്റി ഇൻ ഒബ്ജക്റ്റീവ് ഫാഷൻ. അപ്പോൾ എപ്പോഴും അവന് എന്താണ് എല്ലാ പരമാധികാരവും വേണം എന്നുള്ള ഒരു ചിന്തയാണ്. The human consciousness had not included the original category of the other and an original aspiration to dominate the other. The invention of the bronze tool could not have caused the oppression of women. അപ്പോൾ പറയുന്നത് മനുഷ്യൻ്റെ മനസ്സാക്ഷി നേരെ ആയിരുന്നെങ്കിൽ, അല്ലെ മനുഷ്യൻ്റെ സ്വഭാവം നല്ലതായിരുന്നെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാകത്തില്ല. ബ്രോൺസ് ടൂൾ വന്നോട്ടെ, മെഷീനറി വന്നോട്ടെ, ശക്തി ഇല്ലാതായിക്കോട്ടെ, ഒന്നും ഒന്നിനെ ബാധിക്കത്തില്ല. ഒന്നും സ്ത്രീകളെ ഒപ്രസ് ചെയ്യാൻ, സ്ത്രീകളെ അടിമപ്പെടുത്താനുള്ള ഒരു കാരണമേ ആകുകയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, മനുഷ്യൻ ഒരിക്കലും മറ്റുള്ള ഒരു കാറ്റഗറി, മറ്റുള്ള ഒരു വിഭാഗത്തിനെ അല്ലെ മറ്റൊരാളെ ഇങ്ങനെ അടിമപ്പെടുത്തണം എന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇൻവെൻഷനും ഒരു കണ്ടുപിടുത്തവും ഒന്നും സ്ത്രീകൾക്ക് എതിരെയാവില്ല എന്നാണ് ആ ഒരു സെൻറ്റൻസിൽ സിമൻ ടി പവർ പറഞ്ഞു വെക്കുന്നത്. No more does Engels account for the peculiar nature of this oppression. He tried to reduce the antagonism of the sexes to class conflict, but he was half-hearted in the attempt. The thesis is simply untenable. അപ്പോൾ ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്കൽ എന്താ ചെയ്തത്? ഈ ഒപ്രഷനെയൊക്കെ ഒരു പെക്യൂലിയർ നേച്ചറിലേക്ക് തുടങ്ങി. അതായത് സ്ത്രീകളെ അടിമപ്പെടുത്തുന്നതിനൊക്കെ വേറൊരു തരത്തിലേക്ക് കാണാൻ ഇദ്ദേഹം ഈ ഒരു രണ്ട് സെക്സുകൾ തമ്മിലുള്ള ഈ ഒരു പ്രശ്നത്തെ, അല്ലെങ്കിൽ ഈ ഒരു വഴക്കിനെ, അല്ലെങ്കിൽ ഈ ഒരു ശത്രുതയെ അദ്ദേഹം രണ്ട് ക്ലാസ് കോൺഫ്ലിക്റ്റ്, രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് മാത്രമാക്കി ഒതുക്കാനാണ് ഇപ്പോൾ ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. അതായത് വർക്ക് ചെയ്യുന്ന ക്ലാസ്സും വർക്ക് ചെയ്യാത്ത ക്ലാസ്സും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഇതിനെ ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഈ ഒരു അറ്റംപ്റ്റിൽ അദ്ദേഹം ഒരിക്കലും സക്സസ്ഫുൾ ആയിട്ടില്ല. ഇത് എന്താണ്? ഈ ഒരു തിയറി തന്നെ, അല്ലെങ്കിൽ ഒരു തീസിസ് തന്നെ നമുക്ക് ഇതിൻ്റെ പേരിൽ നമുക്കിതിനെ തള്ളിക്കളയാം, ഇതിനെ വിലക്കെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഗെയിൻ ദ സ്ലേവ് ഇൻ ഹിസ് ടോയിൽ ഈസ് കോൺഷ്യസ് ഓഫ് ഹിംസെൽഫ് ആസ് ഒപ്പോസ് ടു ഹിസ് മാസ്റ്റർ, ആൻഡ് ദ പ്രൊലിറ്ററേറ്റ് ഹാസ് ഓൾവേസ് പുട്ട് ഇറ്റ്സ് കണ്ടീഷൻ ടു ടെസ്റ്റ് ഇൻ റിവോൾട്ട്, thereby going back to essentials and constituting a threat to its exploiters. And what it has aimed at is its own disappearance as a class. അപ്പോൾ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ലേവ്സിനെ കുറിച്ച് സംസാരിച്ചാൽ പോലും അവരെന്താണ് ചെയ്യുന്നത്? അവരെന്നും അവരുടെ യജമാനെതിരെ പോരാടുന്നവരാണ്, അവരെ ഒപ്പോസ് ചെയ്തിട്ടേ ഉള്ളൂ. വർക്കിംഗ് ക്ലാസ് ആയാലും അവരും എന്നും റിവോൾട്ട് ചെയ്തിട്ടുണ്ട്, എന്നും പ്രക്ഷോഭങ്ങൾ അവരും നടത്തിയിട്ടുണ്ട്, അവരും ഒരു റെവല്യൂഷന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കിംഗ് ക്ലാസ് ആയാലും ഒക്കെ അവരെ നശിപ്പിക്കുന്നവർക്കെതിരെ അവരെന്നും ഒരു ത്രെട്ടായിട്ട് തന്നെയാണ് നിന്നത്. അപ്പോൾ അവരെ നശിപ്പിക്കുന്നതിനെതിരെ അവർ പ്രതികരിച്ചിട്ടേ ഉള്ളൂ. ആര്?
ഈ വർക്കിംഗ് ക്ലാസ് ആയാലും സ്ലേവ്സ് ആയാലും എല്ലാം. അപ്പോൾ അവരെല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഉന്നം വെച്ചിരുന്നത്? ഈ ഒരു ക്ലാസിൻ്റെ ഡിസപ്പിയറൻസിന് വേണ്ടിയിട്ടാണ്. വർക്കിംഗ് ക്ലാസ് ആയാലും അടിമകളായാലും എല്ലാവരും ഈ ഒരു ക്ലാസ്, ഈ ഒരു വിഭജനത്തിൻ്റെ ഡിസപ്പിയറൻസ് അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെല്ലാവരും എന്നും കാത്തിരുന്നതും അതിനു വേണ്ടിയിട്ടാണ് അവരെല്ലാവരും എന്നും പ്രയത്നിച്ചത്. I have pointed out in the introduction of how different women's situation is, particularly on account of the community of life and interest which entails her solidarity with man, and also because he finds in her an accomplice, not desire for revolution dwells within her, nor any thought of her own disappearance as sex. All she asks is that certain cycles of sexual differentiation to be abolished. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളെ ഈ ഒരു തരത്തിലേ അല്ലേ കാണുന്നത്, ഒരു സ്ലേവ് അല്ലെ ഒരു വർക്കിംഗ് ക്ലാസ് എന്നുള്ളൊരു രീതിയിൽ കണ്ടെങ്കിൽ പോലും ഇങ്ങനെ വരത്തില്ല. എപ്പോഴും ആണുങ്ങൾ സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നത്? അവരുടെ ഒരു പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. അവരെ ഇവരുടെ പുരുഷന്മാരുടെ ഒരു അസിസ്റ്റൻ്റായിട്ടാണ് കാണുന്നത്. സ്ത്രീകൾക്ക് ആണെങ്കിൽ അവരൊരു റെവല്യൂഷന് പോലും അവർ ആഗ്രഹിക്കുന്നില്ല. അവരൊരു തരത്തിലുള്ള പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ അവരൊരു മാറ്റം കൊണ്ടുവരാനോ അങ്ങനെയൊന്നും അവരവിടെ ശ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു സെക്സിൻ്റെ ഡിസപ്പിയറൻസ്, നേരത്തെ വർക്കിംഗ് ക്ലാസ് എന്താ ചെയ്തത്? അവരൊരു ക്ലാസിൻ്റെ ഡിസപ്പിയറൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇവർ സ്ത്രീകൾ ഒരു സെക്സിൻ്റെ ഡിസപ്പിയറൻസിന് പോലും അവർ ശ്രമിക്കുന്നില്ല. അവർക്കാകെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൽ ഡിഫറൻസിയേഷൻ മാറ്റണം, അതിനെ അബോളിഷ് ചെയ്യണം, അതിനെ എടുത്ത് കളയണം. സ്ത്രീകളെ പുരുഷന്മാരെ ഇങ്ങനെ വേർതിരിക്കുന്നതൊന്നും എടുത്ത് മാറ്റാൻ മാത്രമാണ് സ്ത്രീകൾ ആവശ്യപ്പെടുന്നത്. What is still more serious, women cannot in good faith be regarded simply as worker for her reproductive function is as important as her productive capacity, no less in the social economy than in the individual life. ഇതുപോലും വേണ്ടതായിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല സമൂഹം കാണുന്നത്. സ്ത്രീകൾ ഈ റീപ്രൊഡക്ഷൻ എന്തിനാണ് ചെയ്യുന്നത്? അത് അവർക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, അല്ലെ അവരുടെ സ്വന്തം സന്തോഷത്തിനോ സുഖത്തിനോ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. അവരും ഈ ഒരു സോഷ്യൽ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. സ്ത്രീകൾ പ്രസവിച്ചില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യവർഗം അതോടെ നിന്നു പോകും. അപ്പം നമുക്കറിയാം. അപ്പം സൊസൈറ്റിക്കൂടെ വേണ്ടിയിട്ടാണ് അവർ ഈ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. പക്ഷേ സൊസൈറ്റി അവരുടെ റീപ്രൊഡക്ഷനെ വരെ അവരെ കൺട്രോൾ ചെയ്യുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ചില ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ റീപ്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ സം പീരീഡ്സ് ഇൻഡീഡ് ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ ടു പ്രൊഡ്യൂസ് ഓഫ് സ്പ്രിങ് ദാൻ ടു പ്ലൗ ദ സോയിൽ. അപ്പം എന്താണ് കൃഷിപ്പണിക്ക് പോകുന്നത് എന്തിനാണ്? നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയങ്ങളിൽ അതിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മനുഷ്യനില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം? അതാണ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A truly socialist ethics concerned to uphold justice without suppressing liberty and to impose duties upon individuals without abolishing individuality. ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൂലി സോഷ്യലിസ്റ്റ് എത്തിക്സ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ട്രൂ സോഷ്യലിസം മനസ്സിലാക്കിയ ആളാണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ജസ്റ്റിസ്, സത്യം, അതിനെ ധർമ്മം, അതിനെ നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത്. അത് നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരിക്കലും ലിബർട്ടി, നമ്മുടെ ഫ്രീഡത്തിനെ അടിച്ചമർത്താൻ ശ്രമിക്കരുത്. ധർമ്മവും നീതിയും കൊണ്ടുവരുന്ന സമയത്ത് നമ്മളുടെ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവിടെ കിട്ടണം. അപ്പോൾ അതുപോലെ തന്നെ ആൻഡ് ടു ഇമ്പോസ് ഡ്യൂട്ടീസ് അപ്പോൺ ഇൻഡിവിജ്വൽസ് വിത്തൗട്ട് അബോളിഷിങ് ഇൻഡിവിജ്വാലിറ്റി. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽസിന് ഡ്യൂട്ടീസ് കൊടുക്കുന്ന സമയത്ത് അവരുടെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പിന്നീട് ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വിത്തൗട്ട് അബോളിഷിങ് ഇൻഡിവിജ്വാലിറ്റി വിൽ ഫൈൻഡ് ദ മോസ്റ്റ് എംബ്രൈസിങ് പ്രോബ്ലംസ് പോസ്ഡ് ബൈ ദ കണ്ടീഷൻ ഓഫ് വുമൻ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ സിംപ്ലി ടു ഇക്വേറ്റ് ഗെസ്റ്റേഷൻ വിത്ത് എ ടാസ്ക്. അപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഒരു ഗർഭാവസ്ഥ അല്ലെ അവരുടെ ആ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് അതിനെ ഒരു ടാസ്ക്, അതിനെ ഒരു വർക്കുമായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ അതൊരു വർക്കാണ്, ഒരു സർവീസാണ്, അല്ലെങ്കിൽ ഒരു മിലിറ്ററി സർവീസ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. Women's life is more seriously broken in upon by a demand for children than by regulation of the citizens' employment. അപ്പം ഒരു സ്ത്രീയുടെ ഒരു ലൈഫിനെ തന്നെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്. ഇൻ ദ സെക്ഷുവൽ ആക്ട് ആൻഡ് ഇൻ മെറ്റേണിറ്റി നോട്ട് ഓൺലി ടൈം ആൻഡ് സ്ട്രെങ്ത് ബട്ട് ഓൾസോ എസെൻഷ്യൽ വാല്യൂസ് ആർ ഇൻവോൾവ് ഫോർ വുമൻ. അപ്പോൾ ഇവരൊരു സെക്ഷുവൽ ആക്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെറ്റേണിറ്റി, അവരുടെ ടൈം, അവരുടെ സ്ട്രെങ്ത് ഒന്നും മാത്രമല്ല, അവരുടെ ഒരുപാട് എസെൻഷ്യൽ വാല്യൂസും കൂടെ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. Rationalist materialism tries in vain to disregard this dramatic aspect of sexuality, for it is impossible to bring the sexual instinct under a code of regulation. അതായത്
നമ്മളുടെ ഈ ഒരു റാഷണലിസ്റ്റിക് മെറ്റീരിയലിസം ഫെയിൽ ആവുകയാണ്, അല്ലെ അവരുടെ ആ ഒരു പ്രവൃത്തിയൊക്കെ ഇല്ലാതാവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന കാര്യത്തിന് നമുക്ക് ഒരിക്കലും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇങ്ങനെ ചെയ്യാവൂ, ഇങ്ങനെ ജീവിക്കാവൂ, ഇങ്ങനെ പ്രസവിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇതൊന്നും അതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റാഷണലിസ്റ്റ് മെറ്റീരിയലിസം എന്ന് പറയുന്നത് വെറുതെ ആയി പോവുകയാണെന്നാണ് സിമൻ ടി ബോവർ പറയുന്നത്. അത് മാം ഓൾസോ ടോക്സ് അബൌട്ട് ഫ്രോയിഡ്സ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഫ്രോയിഡിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ഫ്രോയിഡിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് ഞാൻ വരാം. അതിനു മുന്നേ there is no way of directly compelling woman to bring forth. All that can be done is to put her in a situation where maternity is for her the sole outcome. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റേണിറ്റി ആണ് സ്ത്രീയുടെ ഏറ്റവും വലിയൊരു ഔട്ട്കം, അല്ലെങ്കിൽ അവൾ ജീവിക്കുന്നതിന് ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യത്തിലേക്ക് മാറ്റിയെടുക്കണം. ദ ലോ ദ മോർ എൻജോയിൻ മാരേജ്, ബർത്ത് കൺട്രോൾ ആൻഡ് അബോർഷൻ ആർ പ്രൊഹിബിറ്റഡ്, ഡിവോഴ്സ് ഈസ് ഫോർബിഡൻ. അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിക്കുക എന്നുള്ളതിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല, അബോർഷൻ നടത്താൻ പറ്റില്ല, ബർത്ത് കൺട്രോൾ രീതികളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള നിയമങ്ങൾ നിലനിൽക്കുന്നിടത്ത് എങ്ങനെ സ്ത്രീകൾക്ക് അവരുടേതായ ഒരു ഫ്രീഡം അവിടെ ഉണ്ടാകും? ദിസ് ഏൻഷ്യൻ പേട്രിയാർക്കൽ റെസിസ്റ്റൻസ് ആർ ജസ്റ്റ് വാട്ട് സോവിയറ്റ് റഷ്യ ഹാസ് ബ്രോട്ട് ബാക്ക് ടുഡേ. അപ്പോൾ ഇതേ കാര്യങ്ങൾ, ഈ ഒരു പേട്രിയാർക്കൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് സോവിയറ്റ് റഷ്യയും പിന്നെയും വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. റഷ്യ ഹാസ് റിവൈവ്ഡ് ദ പെറ്റേണലിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് മാരേജ്. റഷ്യ പെറ്റേണലിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് മാരേജ് പിന്നെയും കൊണ്ടുവരികയാണ്. അപ്പോൾ പെറ്റേണലിസ്റ്റിക് കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ആക്ച്വലി അതൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കത്തില്ല. ഇപ്പോൾ പെറ്റേണലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മളുടെ എഗൻസ്റ്റ് നമ്മുടെ സ്വാതന്ത്ര്യമാണ്, എഗൻസ്റ്റ് ലിബർട്ടിയാണ്. അതായത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ തടസ്സം നിൽക്കുകയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ സ്വാതന്ത്ര്യത്തിനെതിരാണ്, അല്ലേ? പക്ഷേങ്കിൽ ഇതുവരെ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെതിരെ നിൽക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അതായത് സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പുരുഷന്മാർ തന്നെ വേണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു കൺസെപ്റ്റ് ഓഫ് മാരേജിലൂടെ കൊണ്ടുവരുന്നത്. അതായത് സ്ത്രീകളെ നോക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിലാണ് ഇവർ കൊണ്ടുവരുന്നത്. And in doing so, she has been induced to ask women once more to make of herself an erotic object. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വഴി എന്താണാവുന്നത്? സ്ത്രീകൾ ഒരു ഇറോട്ടിക് ഒബ്ജക്റ്റായി മാറുകയാണ്, അതായത് സെക്സിന് വേണ്ടിയിട്ടുള്ള ഒരു വസ്തു എന്ന രീതിയിലേക്ക് ആവുകയാണ്. In a recent pronouncement, female Soviet citizens were requested to pay careful attention to their graph. അപ്പോൾ വേറൊരു പ്രൊനൗൺസ്മെൻറ്റ് നടന്ന സമയത്ത് അവിടെ എന്താണ് ഫീമെയിലായിട്ടുള്ള സോവിയറ്റ് സിറ്റിസൺസിനോട് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താണ് അവരുടെ ആണുങ്ങളെ കൂടുതലും എന്താണ് എന്താ പറയുക വശീകരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. റിക്വസ്റ്റ് പേ careful attention to their garb, to use makeup, to employ the art of coquetry in holding their husbands and fanning the flame of desire എന്നൊക്കെയാണ് പറയുന്നത്. അതായത് കൂടുതലൊരു ഫ്ലർട്ടിംഗ് ആയിട്ടുള്ളൊരു ബിഹേവിയർ കൊണ്ടുവരിക, എന്നിട്ട് അവരുടെ ഹസ്ബൻഡിനെ എന്താണ് അവരുടെ അധീനതയിലേക്കാക്കാം, എന്നിട്ട് എന്താണ് അവരിൽ ഒരു സെക്ഷുവൽ ഡിസയർ ഉണ്ടാക്കി മാറ്റുക എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതായത് സ്ത്രീകളുടെ എന്താണ് ഡ്യൂട്ടിയാണ് ഹസ്ബൻഡിനെ അവരുടെ കസ്റ്റഡിയിൽ വെക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഇറോട്ടിക് ഒബ്ജക്റ്റ് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളെ അങ്ങനെ ഒരു രീതിയിലേക്കാണ് കാണുന്നത്. ഷീ ഈസ് ഫോർ മാൻ എ സെക്ഷൽ പാർട്ട്ണർ, എ റീപ്രൊഡ്യൂസർ ആൻഡ് ഇറോട്ടിക് ഒബ്ജക്റ്റ് എന്നാണ് സിമൻ ടി ബോവർ പറയുന്നത്. അതായത് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷൽ പാർട്ട്ണറാണ്, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു വസ്തുവാണ്, അത് മാത്രമല്ല ഒരു ഇറോട്ടിക് ഒബ്ജക്റ്റ് ആണെന്നൂടെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ For a democratic socialism in which classes are abolished but not individuals, the question of individual destiny would keep all its importance, and hence sexual differentiation would keep all its importance. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസം വരാനായിട്ടാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡെമോക്രാറ്റിക് സോഷ്യലിസം വരുമ്പോൾ എന്തായിരിക്കും, അവിടെ ചിലപ്പം ക്ലാസ്സുകൾ പോകും, ഈ വർക്കിംഗ് ക്ലാസ് എന്നുള്ള ആ ഒരു വേർതിരിവ് അങ്ങ് മാറും. അപ്പം ക്ലാസ് അബോളിഷ്ഡ് ആവും, പക്ഷെ അവിടെ ഇൻഡിവിജ്വൽസ് മാറുന്നില്ല. ഇൻഡിവിജ്വൽസ് ഇവരൊക്കെ തന്നെയാണ്, അവിടെ ഒരു ഇൻഡിവിജ്വൽ അബോളിഷനോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലിൻ്റെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ സെയിം തന്നെയായിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ചിലപ്പം ക്ലാസ് അബോളിഷൻ നടന്നതേ ഉണ്ടായിരിക്കത്തുള്ളൂ, അല്ലെ സ്ത്രീ പുരുഷൻ എന്നുള്ള കാര്യത്തിൽ വരുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇത് തുടരുന്നത്. അതുകൊണ്ട് തന്നെ സെക്ഷൽ ഡിഫറൻസിയേഷന് അവിടെ അപ്പോൾ ഒരു മാറ്റവും വരുന്നില്ല. അവിടെ ആ ഒരു സമയത്ത് ഇമ്പോർട്ടൻസ് സെക്ഷൽ ഡിഫറൻസിയേഷന് തന്നെയാണ്.
To claim for her every right, every chance to be an all-round human being does not mean that we should be blind to her peculiar situation. And in order to comprehend that situation, we must look beyond the historical materialism that perceives in man and woman no more than economic units. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്ത്രീകൾക്ക് റൈറ്റ് കിട്ടണം, അതായത് ഒരു മനുഷ്യജീവിയാണ്, അതായത് ആണുങ്ങൾ എൻജോയ് ചെയ്യുന്ന അതേ തരത്തിലുള്ള തന്നെ എല്ലാ റൈറ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്ത്രീകളെ അവരുടെ ഓരോ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു ഫ്രീഡം കിട്ടത്തില്ല. അപ്പോൾ ഇവർക്ക് ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസവും കടന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിവിടെ തന്നെ നിൽക്കത്തുള്ളൂ. അത് മാറ്റി നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആണിനെ പെണ്ണിനെ എക്കണോമിക് യൂണിറ്റായിട്ട് കണ്ടതുകൊണ്ട് ഇവിടെ ഒരു ഇതും വരാൻ പോകുന്നില്ല. അതായത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിൽ ആണിനെ പെണ്ണിനെ എക്കണോമിക് യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്, അവരെ വർക്കിംഗ് ക്ലാസ് ആയിട്ടാണ് കാണുന്നത്. രണ്ടുപേരും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ കാണിച്ചാൽ ഇത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് മേലേക്ക് നമ്മൾ ചിന്തിക്കണം. മനുഷ്യനെ എക്കണോമിക് യൂണിറ്റിലും മേലെയായിട്ട് നമ്മൾ പെർസീവ് ചെയ്യണം. ഇനി നമ്മൾ ഫ്രോയിഡിൻ്റെ ഒരു തിയറിയും കൂടി ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. ഫ്രോയിഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ ആസ് ഒരു എക്സിസ്റ്റൻറ്റ് ബോഡി എന്നാണ് പറയുന്നത്. അതായത് മാൻ ഒരു ബോഡിയാണ്. അപ്പോൾ മാൻ്റെ മറ്റൊരു ബോഡിയുമായിട്ടുള്ള റിലേഷനാണ് സംസാരിക്കുന്നത്. ഫ്രോയിഡ് കൂടുതലും സൈക്കോ അനാലിസിസ് ആണ് പറയുന്നത്. കുറച്ച് സെക്ഷുവലായിട്ടുള്ള കുറച്ച് തിയറീസും കാര്യങ്ങളുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. The virtue of Freudianism derives from the fact that the existence is a body. What he experiences as a body confronted by other bodies expresses existentialist situation concretely. അപ്പോൾ പറയുന്നത് മാനിൻ്റെ ഒരു ബോഡിയാണ്, അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഇസ് എ ബോഡി, അതൊരു ബോഡിയായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അതിന് മറ്റുള്ള ബോഡീസുമായിട്ടുള്ളൊരു റിലേഷനാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. മെയിൻലി ഒരു സെക്ഷുവൽ ടൈപ്പ് ഓഫ് ഒരു ഇതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ദ റിലേഷൻ ഓഫ് മാൻസ് ബോഡി ടു ഓൾ ദ അതർ ബോഡീസ് ആണ് പറയുന്നത്. അപ്പം മാൻ്റെ ആ ഒരു വൺ ബോഡി ടു ഓൾ ദ അതർ ബോഡീസ്. അപ്പം ഒരു ബോഡിയിൽ നിന്നും മറ്റുള്ള ബോഡികളുമായിട്ടുള്ള ഒരു റിലേഷനാണ് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രോയിഡിൻ്റെ തിയറി ആയാലും അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ആയാലും സിമൻ ടി ബോവർ ഇവിടെ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് രണ്ടും സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ ക്ലെയിംസിനോ ഒന്നും ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രോയിഡിൻ്റെ തിയറിയിലാണ് പറയുന്നതായാൽ പോലും സ്ത്രീകളുടെ ഈ ഒരു സോഷ്യൽ ക്ലെയിംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസ്കുലിൻ പ്രൊട്ടസ്റ്റിനെതിരെയായിട്ടുള്ള ഒരു ഫിനോമിന മാത്രമാണ്. അതായത് അവരുടെ ആ ഒരു ബോഡിയിൽ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു മസ്കുലിൻ പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് നടത്തുന്നതാണെന്നാണ് പറയുന്നത്. അപ്പം മാർക്സിസ്റ്റ് തിയറി ആണെങ്കിൽ പറയുന്നത് എങ്ങനെയാണ്? her sexuality only express her economic situation in more or less complex roundabout fashion എന്നാണ് പറയുന്നത്. മാർക്സിസ്റ്റ് പറയുന്നതാണെങ്കിൽ സ്ത്രീകളുടെ സെക്ഷുവാലിറ്റി അവളുടെ എക്കണോമിക് സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഫ്രോയിഡ് പറയുന്നത് ഒരു സൈക്കോ അനാലിസ്റ്റ് രീതിയിലാണ് പറയുന്നത്. അതായത് വിമൻ്റെ പ്രശ്നങ്ങൾ മസ്കുലിൻ പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനിയും ഇവിടെ ആണെങ്കിലും സ്ത്രീകളുടെ ഒരു പ്രശ്നങ്ങളെ ക്ലിറ്റോറിഡ് അല്ലെങ്കിൽ വജീനൽ കാര്യങ്ങളുമായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്ന ഫ്രോയിഡ്. അതായത് അത് കൂടുതലും സൈക്കോ അനാലിസ്റ്റ് രീതിയിലാണ് പോകുന്നത്. അതായത് സ്ത്രീകളുടെ സെക്ഷൽ ഓർഗൻസിനെയൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. എന്നാൽ ഇവിടെ മാർക്സിസ്റ്റിൻ്റെ തിയറി എങ്ങനെ പറയുന്നത്? വർക്കിംഗ് ക്ലാസ്, ബൂഷ, അതിനെയൊക്കെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. രണ്ടുപേരും സ്ത്രീകൾക്ക് വേണ്ട ഒരു സൊല്യൂഷൻ അല്ല ഇവിടെ തരുന്നത്. രണ്ടുപേരും, ഒരാളാണെങ്കിൽ സ്ത്രീകളുടെ അവരുടെ സെക്ഷുവൽ ഓർഗൻസിൻ്റെ പ്രശ്നം കാരണമാണ് അവരിങ്ങനെ ഓരോന്ന് കാണിക്കുന്നതെന്നുള്ള തരത്തിൽ പറയുന്നു. അല്ലെങ്കിൽ അവരുടെ ആ ഒരു രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള ബന്ധം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്കാണ് അതിനെ കാണുന്നത്. കറക്റ്റായ രീതിയിൽ ആരും ഇതിനെ എടുക്കാൻ ശ്രമിക്കുന്നില്ല. അതായത് കറക്റ്റായിട്ട് ഇവർക്ക് വേണ്ട ഒരു ഒരു സൊല്യൂഷൻ ഇവിടെ ആരും കൊടുക്കുന്നില്ല. ഇപ്പോൾ ഫ്രോയിഡ് കൂടുതലും സംസാരിക്കുന്നത് ഇവിടെ ഒരു ഇറോട്ടിക് റിവോൾട്ടാണ്, ഒരു ഇറോട്ടിസിസം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. എന്നാൽ മാർക്സ് പറയുന്നത് ജോലിയുടെ കാര്യങ്ങൾ കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ് കാര്യമാണ് പറയുന്നത്. ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഫൗണ്ടേഷൻ രണ്ടുപേരുടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഫ്രോയിഡിൻ്റെ വെർച്യു ഓഫ് ബോഡിയുടെ കാര്യം പറയുന്നത്. എന്നാൽ മാർക്സ് ആണെങ്കിൽ ഒരു ഓണ്ടോളജിക്കൽ ആസ്പിറേഷനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് ഡീലിംഗ് വിത്ത് നേച്ചർ ഓഫ് ബീയിങ് വിത്ത്, അതായത് ഒരുമിച്ച് നിൽക്കണം, ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ് കാര്യം തന്നെയാണ് മാർക്സിയൻ തിയറിയിലും പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ആയാലും ഒരാൾ ഇതുപോലെ
എക്സിസ്റ്റൻഷ്യലി സിറ്റുവേഷനെക്കുറിച്ച് പറയുന്നത് 2 ബോഡികളുടെ തമ്മിലുള്ള ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ് കാര്യത്തെക്കുറിച്ച് പറയുന്നു. മാർക്സിയൻ ആണെങ്കിൽ എങ്ങനെയെങ്കിലും വർക്ക് ചെയ്ത് ഒരുപോലെ ആവണമെന്ന് പറയുന്നത്. അപ്പോൾ മാർക്സിയൻ ഇവിടെ പറയുന്ന സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പുതിയ ടെക്നോളജിക്ക് വന്നാൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസസ് വന്നു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഈ ഒരു പ്രശ്നം മാറും. അതായത് സ്ത്രീകൾ എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആവും, അങ്ങനെ അവർ ഈക്വൽ ആകുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സിമൻ ടി ബോവർ ഇതൊന്നും കറക്റ്റ് എന്താണ് നമുക്കൊരു മാറ്റമായിട്ട് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ലാസ്റ്റിൽ ഏറ്റവും ഫൈനലായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ അഡ്വാൻസസ് അല്ലെങ്കിൽ പുതിയ സാധ്യതകളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ഒരു സ്ത്രീകളുടെ ഒപ്രഷന് ഒരു പരിധി വരെ നല്ല പൂർണ്ണമായിട്ടും നമ്മൾക്ക് സ്ത്രീകളെ രക്ഷിക്കാൻ, അവരുടെ ഒപ്രഷനെതിരെ ഉള്ള ഒരു നല്ല ഒരു മാർഗ്ഗമാണ് ഇതെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും അവസാനം പറഞ്ഞു വയ്ക്കുന്നത്.